കോള്. ഹലോ ഹലോ. ആ മുതലാണേ. ഏത് കുളത്തിലെ? അയ്യോ മുതലാന്നല്ല, മുതലാളിയാന്ന. അതെ, എന്റെ അനിയനെ ഇവിടെ എങ്ങും കാണുന്നില്ല. എന്റെ ബലമായ സംശയം അവൻ ബാറിലോട്ട് വന്ന് കാണുമെന്നാ. അയ്യോ അതിനെന്താ മുതലാളി ഇങ്ങോട്ട് പോയിട്ട് സന്തോഷമുള്ള കാര്യമല്ലേ ഉള്ളൂ. അല്ല വേറൊന്നുമല്ല, അവന് ചില കുസൃതികളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നീ ഒന്ന് നോക്കിയും കണ്ടുമൊക്കെ അവനെ ഒന്ന് ട്രീറ്റ് ചെയ്ത് വിട്ടേക്കണം. എന്റെ പൊന്നു മുതലാളി, എന്റെ സ്വന്തം അനിയനെ പോലെ കണ്ടു, നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞു വിടൂ. എന്നാ ശരി, എന്തെങ്കിലും ഉണ്ട് എന്നെ വിളിക്കണം. ഓക്കെ ഓക്കെ ഓക്കെ. ലില്ലി, ലില്ലി നോ നോ സ്റ്റോപ്പ് ഇറ്റ്. എന്നിട്ട് എനിക്ക് ഇട്ടുമൂടാൻ പണമുണ്ട്, അതിവിടെ എല്ലാവർക്കും അറിയുന്നില്ലേ. അവനുമായിട്ട് ഞാൻ ബിസിനസ് ചെയ്യണമെന്നോ? അവന്റെ അടുത്ത് 1 കോടി കൊണ്ടുവരാൻ പറഞ്ഞപ്പോ 1 കോടി മുണ്ട് കൊണ്ടുവന്നത് അവനുമായിട്ടാണ് ഞാൻ ബിസിനസ് ചെയ്യേണ്ടത്. അത് മാത്രമല്ല, നിനക്കറിയാലോ അവന്റെ അനിയത്തി ഷേർലി, അവക്കാണെങ്കിൽ ഒരു ജോലി കൊടുക്കണമെന്ന് പറഞ്ഞപ്പോ കിടിലം ഒരു ബ്യൂട്ടി പാർലർ ഉണ്ടാക്കി കൊടുത്തില്ലേ. അതാണെങ്കിൽ അത് അതിന്റെ വഴിക്കങ്ങ് പോയി. അവന്റെ അച്ഛനൊരു പലചരക്ക് കട ഇടണമെന്ന് പറഞ്ഞു, അതും ഒരു വഴിക്കങ്ങ് പോയില്ലേ. അത് കഴിഞ്ഞിട്ട് അവന്റെ അനിയൻ ഒരു BMW വേണമെന്ന് പറഞ്ഞു. ഞാൻ പൈസക്ക് അവനൊരു പെട്രോൾ പമ്പ് ഉണ്ടാക്കി കൊടുത്തു, അതും അതിന്റെ 4 വഴിക്കങ്ങ് പോയില്ലേ. ഇനി അവനെ കാണുവാണെങ്കിൽ പറയണം, ഞാൻ അവന്റെ അടുത്ത് ഒരു കാര്യം പറയാനിരിക്കണമെന്ന്. ഇവിടെ ഇവിടെ തൊണ്ടയിൽ പൂമ്പാറ്റ കെട്ടിയവൻ ഇങ്ങോട്ട് വേണ. പിന്നെ കഴുത്തി എന്തുവാ? ഇങ്ങോട്ട് വന്നേ. ആരാടാ ഈ എലിപ്പെട്ടി ഇവിടെ കൊണ്ടുവച്ചത്? സാർ ഇന്നലെ കെണി വേണേ എലി യൂസ് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവച്ചാണ്. എലിയുടെ കൂട്ടത്തിൽ സത്യസന്ധമായിട്ടുള്ള എലിയുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ആ എലിയെ എനിക്കൊന്ന് പരിചയപ്പെടണമല്ലോ. പരിചയപ്പെടാം സാർ. പരിചയപ്പെടാം. എന്താണ് പേരെന്താണ്? ഓക്കുട്ടൻ. നിനക്ക് താല്പര്യമില്ല പേരിനോട്? അതിന് സാർ അങ്ങനെ ചോദിച്ചാ ഓ കുട്ടൻ എന്ന് പറഞ്ഞു. അയ്യോ അങ്ങനെയല്ല സാർ, എന്റെ പേരിന്റെ ഇനിഷ്യലാണ് ഓക്കുട്ടൻ. മിസ്റ്റർ ഒറാങ്കുട്ടൻ. ഒറാങ്കുട്ടനാ? എന്തൊരു പേര്? ഓക്കുട്ടൻ. ഓക്കുട്ടൻ. അല്ല സാറിന് എനിക്ക് മനസ്സിലായില്ല. എന്നെ മനസ്സിലായില്ലേ? മനസ്സിലായി. പറ ആരാണ്? മുതലാളിയുടെ അച്ഛൻ. അനിയൻ. അല്ല പച്ചന്ന് പറഞ്ഞു. ചേട്ടനും അനിയനും ആവുമ്പോ അച്ഛൻ ഉണ്ടാവുമല്ലോ, അതാണ് പറഞ്ഞ അച്ഛൻ. അപ്പൊ അനിയൻ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? സത്യം പറഞ്ഞ ഇത് ബാറ് തന്നെയാണോ? ഞാൻ നോക്കിയ ഫ്രണ്ട് ഒരു കുബേർ കുഞ്ചിയുടെ പടം നിൽക്കുന്നു. അയ്യോ സാർ, ഇത് കുബേർ കുഞ്ചിയല്ല. പിന്നെ ഞങ്ങളുടെ ബാറിന്റെ ഫ്രണ്ട് ഓഫീസ് ഇരിക്കുന്നത് ഞങ്ങളുടെ സെക്യൂരിറ്റി ആണല്ലേ. പുള്ളിയുടെ ഇടയ്ക്കിടയ്ക്ക് അനങ്ങാൻ പറയണം. ഞാൻ നോക്കിയപ്പോ പുള്ളിയുടെ താടിയിൽ തൂക്കണാങ്കുരി കൂട് കെട്ടി വെക്കുന്നു, അതുപോലും പുള്ളി അറിഞ്ഞിട്ടില്ല. പിന്നെ ചോദിക്കുന്നോട് വിരോധം തോന്നല്ലേ? ഇവിടെ എപ്പോഴും മദ്യമാണല്ലോ. ഈ മദ്യത്തിന്റെ മണം ഇങ്ങനെ കേറുമ്പോ നിങ്ങൾക്ക് മദ്യപിക്കണം എന്നുള്ള ത്വര ഉണ്ടാവാറില്ലേ? ഇല്ല സാർ. എന്താ? ഞങ്ങൾ ബാറിലെ ജീവനക്കാർ മദ്യപിക്കാറില്ല. ഞങ്ങൾ മദ്യപിച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ കുടുംബത്തെ അടുപ്പ് പോകില്ല സാർ. എന്നാ നിന്റെ അണ്ണാക്കിലിട്ടാണോ അടുപ്പുണ്ടാക്കണത്? പിന്നെ അടുപ്പ് പോകില്ലെന്ന് പറഞ്ഞു സാർ. അതല്ല സാർ, എന്റെ വരുമാനമാണ് എന്റെ കുടുംബത്തിന് അന്നം. ഒരിക്കലും ഒരു മനുഷ്യന്റെ അന്നത്തെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത് സാർ. ഞാൻ പറഞ്ഞു ഇൻസൾട്ട് ആയോ? ഇൻസൾട്ടായി. അയ്യോ, ഞാൻ ഇൻസൾട്ട് ചെയ്ത് എനിക്ക് പൈസയുടെ കുന്തളിപ്പുള്ളതുകൊണ്ട് നിന്നെ പോലെ നത്തുറിഞ്ചി എടുത്ത് സംസാരിച്ച് എനിക്ക് ശീലമില്ല. അയ്യോ അല്ല, ഈ പൈസ ഇല്ലാത്ത പാവങ്ങളുടെ സംസാരിച്ച് എനിക്ക് ശീലമില്ല. പക്ഷെ ഒരിക്കലും ഒരു പാവപ്പെട്ടവനോട് ഇങ്ങനെ ഞാൻ പാവപ്പെട്ടവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നതാണ്. ഞാൻ ചാരിറ്റി ഒക്കെ ചെയ്യും. ആര് സങ്കടം പറഞ്ഞാലും ഞാൻ അവർക്ക് പൈസ ഒക്കെ കൊടുക്കും. നിന്റെ കയ്യിൽ നിന്ന് ഞാൻ വല്ലതും എടുത്തോ? ഇല്ല. എന്തിനാണ് ഭംഗിയില്ലാതെ ഇങ്ങനെ ചിരിക്കുന്നത്? അതല്ല, ദൈവമായിട്ടാണ് സാറിന് എന്റെ മുമ്പിൽ കൊണ്ട് തന്നത്. ദൈവമല്ല, ഡ്രൈവർ അനിക്കുട്ടനാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. അങ്ങനെയാണെങ്കിൽ ഇനി തൊട്ട് അനിയൻകുട്ടനാണ് എന്റെ ദൈവം. അയ്യോ, അനിയൻകുട്ടനെ ദൈവമായിട്ട് കരുതരുത്. അവൻ ചുണ്ടിന്റെ ശമ്പു വെക്കും. അങ്ങനെയെങ്കിൽ അവന്റെ ദൈവമല്ല. ഇവിടെ എല്ലാം കുടിക്കാൻ എന്തൊക്കെയുണ്ട് സാർ? ഇവിടെ ഇരിക്കുന്ന എല്ലാം കുടിക്കാനുള്ളതാണ്. പിന്നെ ഞാൻ പറഞ്ഞ കുടിക്കാനുള്ളത്. എടാ, കുടിക്കാൻ എനിക്ക് പറ്റിയൊരു സാധനം പറ. സാർ, ബെക്കാഡി ഉണ്ട്, വാലന്റൈൻസ് ഉണ്ട്, ജാക്ക് ഡാനിയൽസ് ഉണ്ട്, ആന്റിക്കുട്ടി ഉണ്ട്. ഒരു ഗ്രാമം കച്ചവടത്തിന് കൊണ്ടുവച്ചാ ആന്റിപ്പെട്ടി ഉണ്ട്. ആന്റിപ്പെട്ടി എന്നല്ല പറഞ്ഞത്, ആന്റിക്കുട്ടി. ആന്റിക്കുട്ടി ഏതെങ്കിലും ഒരു കുട്ടി കുടിക്കട്ടെ എനിക്ക്. സാർ അങ്ങനെയെങ്കിൽ സാർ ഇതെടുത്തോളൂ. ഇത് കൊള്ളാം, ഇത് നല്ല സാധനമാണല്ലേ? നല്ല സാധനമാണ്. എത്ര രൂപയായി? അല്ല സാർ, മുതലാളിയുടെ അനിയനോട് സാർ ഞാൻ എങ്ങനെ സാർ പൈസ? അല്ല, മുതലാളിയൊക്കെ വീട്ടിൽ എത്ര രൂപയായി ഇതിന് പറ. അല്ല സാർ, എനിക്കറിയാം ഇവിടെ CCTV ക്യാമറ ഉണ്ട്. നിങ്ങൾ മുതലാളിയോട് ഒന്നിച്ചുള്ള പരിപാടിയാണ്. ജോലിയാണോ വലുത്? ജോലി ഞാൻ പറഞ്ഞു വിടും. എത്ര രൂപയായി ഇതിന്? 4800. ഒരു 2000 കൂടുതൽ എന്ന കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. പക്ഷെ എനിക്ക് കുഴപ്പമുണ്ട്. ഞാൻ ഉണ്ടാക്കുന്ന പൈസ നിനക്ക് തരാനുള്ളതാണോ? അല്ല, കുഴപ്പമുണ്ട്. ഞാൻ നിനക്ക് പൈസ തരും. ഒരു 250 രൂപ ടിപ്പും വെച്ച്. ഇത് എവിടെ എന്റെ വാതിലൊക്കെ? അനിയനോട് പൈസ ചോദിക്കാന്ന് പറഞ്ഞത് തരാം. ഒരു മിനിറ്റ് സാർ. അല്ല സാർ, ഞാൻ പൈസ ഞാൻ വീണ്ടും പറഞ്ഞു സാർ, മുതലാളിയുടെ അനിയനോട് ഞാൻ പൈസ ചോദിക്കുന്നത് തെറ്റാണ്. തെറ്റായോണ്ടാണ് സാർ. സാർ പൈസ തരല്ലേ സാർ? നാണിക്കണ്ട, മേടിച്ചോളൂ. മുതലാളി പൈസ തന്നു. മുതലാളിയുടെ അനിയന്റെ പൈസ പറയുമ്പോൾ നമ്മുടെ ബാറിന്റെ പൈസ നമ്മളത് മേടിക്കണം. ഒരു കുഴപ്പമില്ല.
ലില്ലി പപ്പാലോലി. സാർ ഇത് കുറഞ്ഞു പോയോ? 50 രൂപയും കൂടി ടിപ്പാണ്. സാർ ഇത് ഏത് റിസർവ് ബാങ്കിൽ അച്ചടിക്കുന്നതായിരുന്നു? സഹകരണ ബാങ്ക്. സഹകരണ ബാങ്ക്. ആ. മുതലാളിയുടെ അനിയൻ. അതെ. എനിക്കത് മനസ്സിലായല്ലോ. കൊണ്ടേ അടി. ഓക്കെ, ഗ്ലാസ് തരൂ. ജോസേ, ജോസോ മോടെ കല്യാണമൊക്കെ കഴിഞ്ഞാടാ? പെണ്ണുമ്പോൾ ഒളിച്ചോടി പോയോ? അതുകൊണ്ട് സങ്കടത്തിൽ വന്ന് കുടിക്കുവാണോ? എടേ, ജോസിന് 2 പെഗ് കുറേ. എവിടെ ജോസ്? ഇതായിരിക്കുന്നു ജോസ്. എന്റെ പൊന്നു സാറേ, അവിടെ ജോസ് ഇല്ല. ജോസ് തന്തയുടെ പ്രായമുള്ള ഒരാൾക്ക് ജോസ് എന്നോ? ഓർഡർ ഇടടാ. ജോസെ മേടിച്ചോട്ടോ. എന്തൊക്കെയാണ് സാർ വേണ്ടത്? ചിക്കൻ 65, ബീഫ് ഫ്രൈ. ഓക്കെ സാർ. ഓക്കെ സാർ, എവറിത്തിങ് ഈസ് ഓക്കെ സാർ. എവറിത്തിങ് ഓക്കെ. ഓക്കെ കൊണ്ട് തരുമോ അവൻ? അടുത്ത ഓർഡർ ചോദിച്ചത്. ഷെയറുണ്ടോ? 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 അയ്യോ അച്ഛൻ ഷെയറില്ല. ഓമനക്കുട്ടാ, സതീശൻ ഒരു 100 രൂപയ്ക്ക് എടുക്ക്. എടാ സാധിച്ചാ, നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ഇതുപോലത്തെ മുതുകൂടി കുടിക്കരുന്ന്. എടാ, നീ നിന്റെ കുടുംബത്തിന്റെ കാര്യം നോക്കണം, അല്ലെങ്കിൽ നീ നിന്റെ അച്ഛന്റെ കാര്യങ്ങൾ നോക്കണം. ദാണ്ടെ ഒരുമാതിരി വർത്താനം പറയരുത് കേട്ടോ. എടാ, ഞാൻ എന്റെ അച്ഛനെ ഉയരങ്ങളിൽ എത്തിച്ചിട്ടാണ് ഈ സതീശൻ കുടിക്കാൻ ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ഒരു കുഴപ്പമില്ല. പക്ഷെ നീ എങ്ങനെയാണ് നിന്റെ അച്ഛനെ ഉയരങ്ങളിൽ എത്തിച്ചത്? അച്ഛനെ ഞാൻ ടവറിന്റെ പൊക്കത്ത് ബൾബിടുന്ന ജോലി മേടിച്ചു കൊടുത്തു. ഇപ്പൊ അച്ഛനെ ഒന്ന് കാണണം. ഒരു 60-600 മേളിലാണ് ഉയരത്തിലാണ് അച്ഛൻ നിൽക്കുന്നത് കേട്ടോ. അവന് കുഴപ്പമില്ല. എന്തിനാടാ ഇപ്പൊ ആവശ്യമില്ലാതെ സോഡ പൊട്ടിച്ചത്? അതിന് സംഭവം അറിയോ? എനിക്ക് ഡയറക്ടറുള്ള തന്തയ്ക്ക് വിളിക്കുന്ന ഇഷ്ടമല്ല. എന്റെ തന്തയ്ക്ക് വിളിച്ചാണത്. തന്തയ്ക്ക് വിളിച്ചാ സാരമില്ല. നീ സതീശൻ ഒരു 100 രൂപയ്ക്ക് എടുക്ക. സതീശന് 100 രൂപ കൂടെ കപ്പലണ്ടി ഉണ്ട്. കപ്പലണ്ടി ഉള്ളൂ? കപ്പലണ്ടി ഉള്ളൂ. അപ്പൊ കുറഞ്ഞൊരു പെക്കിന് എത്രയാ? 200 രൂപ. ഈശ്വരാ, ഞാൻ ഇനി ബാക്കി 200 ആരോട് പോയി തെണ്ട് കൂടെ ഇത്? 300 കോടിയോ ഇരിക്കുമല്ലേ പെട്ടിക്കകത്ത് ഇഷ്ടം പോലെ. നമ്മുടെ വീട്ടിന്റെ ഫ്രണ്ടിൽ ഉണ്ടെന്നേ പൈസ കായ്ക്കും. ദൈവമായിട്ടാണ് എന്നെ ഇവിടെ കൊണ്ട് എത്തിച്ചത്. സതീശ, അങ്ങോട്ട് പോകരുത്, റിസ്ക് ആണ്. പോടാ എറണം കെട്ടാൻ. നിന്നെ കണ്ട അന്ന് കഞ്ഞ. സതീശ, ഞാൻ പറഞ്ഞ കേക്ക്. സതീശ, പോകരുത്. ഷെയറുണ്ടോ? പോയി കേറി കൊടു. ഷെയറുണ്ടോ? ഷെയറുണ്ടോ? നിന്റെ കണ്ണി കുരുവോ? എന്ത് ഇത്രയും ചേർ കിടക്കുന്ന കണ്ടില്ലേ? ആണ്ടാ, ഷെയർ കിടക്കുന്നല്ല ചോദിച്ചത്. ഷെയറുണ്ടോ? ഷെയർ ഞാൻ താളത്തിൽ ചോദിച്ചാ. ഷെയറുണ്ടോ? ഷെയർ മാത്രമല്ല, നിനക്കൊരു ഫുള്ള് തന്നെ ഞാൻ മേടിച്ചു തരും. സാർ, ഞാൻ പറഞ്ഞോട്ടെ, നിങ്ങൾ രണ്ടുപേരും മാത്രം ചിരിച്ചിട്ട് കാര്യമില്ല. പിന്നെ അവരോട് ചിരിക്കണം. ആര്? അങ്ങോട്ട് നോക്ക്. സാറിനെ ദൈവമായിട്ടാണ് എന്റെ മുന്നിൽ എത്തിച്ചത്. ദൈവമല്ല, ഡ്രൈവർ അനിക്കുട്ടനാണ് എന്നെ എത്തിച്ചതാണ്. അവനും പറഞ്ഞു ദൈവമാണെന്ന്. അന്ന ഒരു കാര്യം ചെയ്യും, ഡ്രൈവർ അനിക്കുട്ടനാണ് എന്റെ ദൈവം. സത്യം പറയും, അനിക്കുട്ട എവിടത്തെങ്കിലും വിഗ്രഹമാണോടാ? അതിനാ വരുന്നവനും പോകുന്നവനൊക്കെ അനിക്കുട്ടനെ മതി. അവനെ ഒന്ന് കാണണ്ട, അവന് ചെബുക്കലടിച്ച് ഞാൻ പൊട്ടിക്കുന്നുണ്ട്. സാർ, നമുക്കൊന്ന് പരിചയപ്പെടുന്നുണ്ട്. പരിചയപ്പെടാം. എന്താണ് പേര് പറയൂ? ഞാൻ VT സതീശൻ. ഞാൻ ജംഗ്ഷനിൽ ബാബു. പക്ഷെ എന്തൊക്കെ പറയാൻ, നിന്റെ മുഖത്ത് ഭയങ്കരമായ ഒരു മ്ലാനത കാണുന്നല്ലോ. അതുകൊണ്ട് സാർ, എന്താണ്? സാറിന് എന്റെ കഥ കേൾക്കാൻ ദൈവം ഉണ്ടാവണം. ഉണ്ടാവും, പറഞ്ഞോളൂ. ദൈവം ഉണ്ടാവും എന്ന് പറഞ്ഞോളൂ. സാർ, കെട്ടിക്കാൻ പ്രായമായ 2 മക്കൾ, തലയ്ക്ക് സുഖമില്ലാത്ത അച്ഛൻ, പൈസ കടം കൊടുത്തിട്ട് മേടി. ഇയാളെവിടെ പോയി? ഐസ് ഇടുവോ? ചുമ്മാ കാണിച്ചോ? ഞാൻ മറ്റേ ഇതാരാണ്? ബാധ്യത പറഞ്ഞ ആള്. ഏത്? മറ്റേ കടബാധ്യത. ബാധ്യത പറഞ്ഞാളാ? പറഞ്ഞോട്ടെ. ദൈവം എനിക്ക് അറിയത്തില്ല. നിങ്ങൾ കിട്ടി. കെട്ടിക്കാൻ പ്രായമായ മകൾ, തലയ്ക്ക് സുഖമില്ലാത്ത അച്ഛൻ, കടം പിടിച്ചിട്ട് കൊടുക്കാത്ത അവറാച്ചമ്മ. പറയൂ, വിഷമം എന്തോ പറയണമെന്ന്. എനിക്കൊരു തേങ്ങ ഇല്ല. തനിക്ക് കാറ്റിന്റെ കുന്തളിപ്പല്ലോ. ഇല്ലേ, താൻ എന്നെ ഇൻസൾട്ട് ചെയ്യുവാണോ? നിന്നെ ഇൻസൾട്ട് ചെയ്ത് നിനക്കത് സങ്കടമായി. ഒരു മനുഷ്യൻ അവന്റെ സങ്കടം പറയുമ്പോ നീ കോമഡി വൽക്കരിക്കുന്ന ബാബു. സാറിനെ ഇങ്ങനെ സ്വയം ഉപദ്രവിക്കരുത്. സാറിന് തെറ്റ് മനസ്സിലായല്ലോ, എനിക്കത് മതി. മുതലാളിയെ തല്ലിത്തോടാ നീ. തല്ലിയോടാ. നിങ്ങൾ അടിയുണ്ടാവരുത്. നിങ്ങൾ നാളെയും കാണേണ്ടവരാ. നിങ്ങൾ നാളെയും കാണേണ്ടവരാ. കൂട്ടുകാരാ, പ്രശ്നം മാറുക. പരിഹരിച്ചോ? ഇനി വഴക്കുണ്ടാക്കുവോ? പുള്ളിക്ക് ഇന്നലെ അടിച്ചെന്റെ കെട്ട് വിട്ടിട്ടില്ലെന്തോ ആയിരിക്കും. സാർ, എനിക്ക് അയ്യോ, ഞാൻ മറ്റേ സങ്കടം എനിക്ക് ഒരുപാട് സങ്കടങ്ങളും കാര്യങ്ങളും. എനിക്ക് പൈസ തരുമോ? പൈസ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നതാണ്. സങ്കടം ഉണ്ടല്ലേ? എനിക്ക് സങ്കടമുണ്ട്. എത്ര ലക്ഷം രൂപ കടമുണ്ട്? സാർ, എനിക്ക് 5 ലക്ഷം രൂപയുടെ കടമുണ്ട് സാർ. അയ്യോ, 5 ലക്ഷം രൂപ എന്റെ കാണത്തില്ല. അയ്യോ സാർ, അങ്ങനെ പറയരുത്. 4,99,990 രൂപയേ ഉള്ളൂ. മതി. 1 രൂപ ഞാൻ ആരോടെങ്കിലും കടം ആണല്ലേ? അതെ. ഇത് ആർക്കാണ് പൈസ കൊടുക്കാനുള്ളത്? ദുഷ്ടനും ക്രൂരനുമായ അവറാച്ചൻ മുതലാളിക്ക്. അവറാച്ചൻ ചീത്ത വിളിക്കും. എന്നെ ചീത്ത വിളിക്കും. പെണ്ണുമുളക് വെച്ച് വഴക്ക് പറയും. ഇനി അടിക്കൂല്ലോ? അടിക്കും. വിളിച്ച് പറയണ, പൈസ ഞാൻ എടുത്ത് തരും നിനക്ക്. ഞാൻ വിളിച്ച് പറയാം. വിളിച്ച് പറ. സതീശ, അവൻ പറയുന്നത് കേൾക്കരുത്. നീ തീപ്പെട്ടി കൊള്ളിക്കൊണ്ടാണ് ചെവി തുറയുന്നത്.
ചോദിക്കുന്നത്. സാറേ കാശ് തരുമോ? ഓ വിളിയടാ അവനെ ഞാൻ. എന്നാ ഞാൻ തലയല്ലേ എല്ലായിടവും ചോദിച്ചു. സതീശ ചൊറിയരുത്. വിളിച്ച് ഹലോ, അവറാച്ച മുതലാളി അല്ലേ? എടാ പന്നപ്പട്ടി, എടാ നിനക്ക് ഞാൻ എത്ര രൂപ തരാണ്ടാ? നിനക്ക് നാണുണ്ടാ നിനക്ക്? എടാ നീ ഞാൻ മാത്രമുള്ളപ്പോ എന്റെ വീട്ടിൽ കയറി വന്ന് എന്റെ ക്രിക്കറ്റ് ചോണ്ടിട്ട് പോവല്ലടാ പൂടപ്പട്ടി കൊണ്ടായവനെ. നിന്റെ കാശ് ഇന്ന് വൈകുന്നേരത്തിനകം ഞാൻ തരും. എന്നിട്ട് നിന്റെ മുന്നിൽ ഞാൻ വന്നൊരു ചിരിയിരിക്കും അല്ലേ സാറേ? ഞാൻ വൈകുന്നേരം കാശ് കൊണ്ടുവരും. എത്രയാണാ നിനക്ക് വേണ്ടത്? സാർ 5 ലക്ഷം രൂപ തരും. 5 ലക്ഷം. ഈശ്വരാ ഭഗവാനെ കാശ് അത് കേട്ടാണ്. ഈശ്വരാ എനിക്ക് പാവങ്ങളെ സഹായിക്കണത് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു സാർ. സാറിനെ ദൈവം രക്ഷിക്കട്ടെ. എടാ ഞാനൊരു കാര്യം പറയാം. ഇന്ന് ഞാൻ അവനെ കൊല്ലും, നിന്നെ കൊല്ലും. ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് അവനെ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല. സതീശ അങ്ങനെ കാണിക്കരുത്. എന്റെ മുതലാളി ലൈനാണ് വിഷയം ഉണ്ടാക്കാൻ പോകരുത്. ഞാൻ വിഷയം ഉണ്ടാക്കി ഇന്ന് അവനെ വെട്ട് കീറി ഞാൻ അറിയാം. സതീശ എന്റെ മുതലാളി ലൈനാണ്, നീ വിഷയം ഉണ്ടാക്കരുത്. കൊല്ലും കൊല്ലും കൊല്ലും. എക്സ്ക്യൂസ് മീ. യെസ്. എന്നാ പിടിച്ചോ. പിച്ച സക്കീർ ബായി അല്ലേ? അതെ, അതെ. എന്നാ ഞാൻ ബലരാമൻ. കൂട്ടിക്കൊടുക്കാൻ പറ്റുമോ സക്കീർ ബായിക്ക്? പിന്നെ അല്ല, അതെന്റെ മെയിൻ സാധനം. കുടുകാൽ വെട്ടാൻ പറ്റുമോ സക്കീർ ബായിക്ക്? രണ്ടാമത്തെ സംഭവം. But I can. സതീശ സതീശ ഇത് കണ്ടോ? ഹായ് ടൊമാറ്റോ സോസ്. ടൊമാറ്റോ സോസല്ല, മറ്റവൻ എന്റെ തല പൊട്ടി പോയതാണ്. അയ്യോ എന്റെ ഫോൺ ഹലോ ഹലോ ഹലോ. ആ മുതലാളിയാണേ. അപ്പൊ പറ മുതലാളി. എടാ എന്താണ് അവിടെ ബഹളം? ഞാൻ CCTV കൂടെ എല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണല്ലോ. എന്റെ പൊന്നു മുതലാളി, നിങ്ങളുടെ അനിയൻ കൊണ്ടാണ് ഇവിടെ മൊത്തം കിടന്ന് ഈ ബഹളം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. എടാ ആ പാവയ്ക്ക മോറ എന്റെ അനിയനല്ല. അനിയല്ലേ? അല്ലാന്ന്. അപ്പൊ ഇവിടെ ഇരിക്കുന്നത് അതെനിക്കറിയത്തില്ല. എന്റെ അനിയൻ ഇവിടെ കിടന്നുറങ്ങുക. അപ്പൊ ഈ അനിയൻ? എടാ അത് വേറെ ആരുടെ അനിയൻ. ഇപ്പൊ ഇറക്കി വിട്ടോണം. അത് മാത്രമല്ല, ഇപ്പൊ അവിടെ ഉണ്ടായിട്ടുള്ള സകല നഷ്ടങ്ങളുടെയും കാശ് നീ തരണം. ഓക്കെ, സന്തോഷമുണ്ട്. അയ്യോ, എന്റെ പൊന്ന് സതീശ, തമാശ എന്ന് പറഞ്ഞാൽ ഭയങ്കര തമാശ. എന്നാടാ അത് നമ്മുടെ മുതലാളിയുടെ അനിയല്ലടാ. അല്ലേ? അല്ല. എടാ വെള്ളരി പ്രാവേ, നിന്നോട് ഞാൻ എത്ര തവണ പറഞ്ഞടാ അവൻ വേറെ ഒരുത്തരാന്ന്. ഇപ്പൊ മാജിക തല്ലു വിളിച്ചില്ലടാ. ഞാൻ അനിയനെ വന്നപ്പോഴേ അവല്ലേ പറഞ്ഞ മുതലാളിയുടെ അനിയനാണെന്ന്. എന്നാ ഞാൻ അവനെ ഇന്ന് കൊല്ലും. അങ്ങനെയാണ് ഞാനും ഇന്ന് അവനെ കൊല്ലും. എന്നാ വാടാ. തീ പിടിക്ക നിനക്ക് വേണ്ടേ? പിന്നെ വേണ്ടേ? ഇപ്പൊ ചോദിക്കണ്ടേ? അടിച്ചു കൊള്ളാം അവരെ. എന്നെ അടിക്കരുത്. അടിക്കരുത്. ബാക്കിയുള്ളവരൊന്നും അടി. ഹലോ, ഭ്രാന്താശുപത്രി അല്ലേ? ഞാൻ ഇന്നലെ ചാടിപ്പോയി. ഞാൻ നിങ്ങളുടെ പിണക്കോ. എന്തുകൊണ്ട് എന്നെ വിളിക്കാൻ വന്നില്ല? ഇപ്പൊ വന്നു കഴിഞ്ഞാൽ ഞാൻ മാത്രമല്ല, എന്നെ രണ്ടുപേരെയും കൂടി കൊണ്ടുപോവാ. ആരെ? നിങ്ങളെ രണ്ടുപേരെ. അയ്യോ